നല്ല നീളും കറുപ്പും ഉള്ളും ഒക്കെ ഉള്ള തലമുടി ആർക്കല്ല ഇഷ്ടമില്ലാതിരിക്കുക. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തലേത്തെ മുടി നല്ല നീളം ഉണ്ടാവുക. ഇനിയിപ്പോൾ നീളം ഉണ്ടായിട്ട് കാര്യമില്ല, എല്ലിങ്കോലി പോലെ നിൽക്കണ മുടി വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നല്ല ഉള്ളും നല്ല കറുപ്പും നല്ല നീളും ഒക്കെ ഉള്ള മുടി. അതേപോലെ തന്നെയാണ് പുരുഷന്മാരും ഈ ഒരു ആഗ്രഹത്തിൽ ഒട്ടും പിന്നിലല്ല കേട്ടോ. ഇനിയിപ്പോൾ നീളം കുറവിൻ്റെ കാര്യം ഒന്നും പ്രശ്നമില്ലെങ്കിലും ഓൾക്കും നല്ല കറുത്ത് നല്ല ഉള്ളുള്ള തലമുടിയൊക്കെ എല്ലാ ആണുങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി ആരും ഉള്ളില്ല, കറുപ്പില്ല, നീളമില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു വെറും 2 ചേരുവ, ഇനിയിപ്പോൾ 2 ചേരുവ എന്ന് പറഞ്ഞിട്ട് 3 4 ചേരുവ ഒന്നും ഇതിൽ ചേർക്കണില്ല. വെറും 2 ചേരുവ വെച്ചിട്ട് നമുക്ക് നമ്മുടെ തലമുടി ഇഷ്ടം പോലെ വലുപ്പം അതുപോലെ തന്നെ ഉള്ള് കറുപ്പ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട എന്താ വെച്ചാൽ ഉലുവയാണ്. ഉലുവ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്, അതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കേട്ടാണ് ഈ കുട്ടികൾക്ക് എന്ന് പറഞ്ഞല്ലോ. കുട്ടികൾക്ക് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഋതുവിനിപ്പോൾ ഈ ഒരു നവംബർ 30 12 വയസ്സാണ് ആവണത്. അപ്പോൾ ഋതുവിൻ്റെ പ്രായമുള്ള കുട്ടികൾക്കും പറ്റുമെന്ന് പറയാം. ഋതുവിൻ്റെ പ്രായം എന്നല്ല, ഒരു 5-6 വയസ്സായാൽ തന്നെ ചിലർ കുട്ടികൾക്ക് മുടി വളർത്താൻ വേണ്ടി തുടങ്ങും. അന്നേരം തന്നെ തുടങ്ങട്ടോ. ഇനിയിപ്പോൾ ഇത് പ്രായത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് തലയിൽ ഇതാക്കിയിട്ട് മുടി വളർന്ന് കഴിയുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ ഡെയിലി നമ്മൾ തലയിൽ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി വളർത്തുന്നതോട് കൂടി തന്നെ നമ്മളെ മുടി നിരക്കൽ ഈ അകാല നിര ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഒരുപാട് ഗുണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉലുവ വേണ്ടിട്ടാ. അപ്പം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കണത് നമുക്കൊരു 5-6 ദിവസം തലയിൽ പുരട്ടാണ്ടാവും, ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവ തന്നെ ധാരാളമാണ്. അപ്പോൾ ഈ ഒരു ഉലുവ എന്ത് ചെയ്യണം, നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തലേ ദിവസമാണ് കേട്ടോ വെള്ളത്തിട്ട് വെക്കണത്. തലേ ദിവസം വെള്ളത്തിൽ രാത്രിയിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് രാവിലെ തന്നെ ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിത് ഒന്ന് മൂടി വെക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിന് വെയിറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ. രാത്രിയായാൽ പിന്നെ എല്ലാവർക്കും ഉറങ്ങണ പണിയല്ലേ. അപ്പം ഇതിന് നമുക്ക് പ്രത്യേകിച്ചൊരു നമുക്കിപ്പോൾ പകലാണിത് വെള്ളത്തിടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാവും. ഇത് നേരം പോയി കിട്ടണില്ല, അതൊന്നും കുതിർന്ന് കിട്ടണില്ല എന്നുള്ള. അപ്പോൾ ആ ഒരു ടെൻഷനൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാത്രിയിൽ തന്നെ കുതിർക്കാൻ പറഞ്ഞത്. രാവിലെ നമ്മൾ കുതിർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലികളൊന്നും കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് കുതിർന്നൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ രാത്രിയാകുമ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഉലുവ രാവിലെ ആയപ്പോഴേക്കും നല്ലോണം കുതിർന്ന് വന്നത് മാത്രമല്ല നല്ലൊരു യെല്ലോ ഷെയ്ഡ് കളറ് വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉലുവയത്തെ വെള്ളം കുടിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് മുടിയാണല്ലോ വേണ്ടത്. പിന്നെ അതിലേക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ കുറച്ച് പഴക്കായ തേങ്ങയാണ് കേട്ടോ. ചെറുതായിട്ടൊരു പഴക്കായി എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെക്കാഞ്ഞിട്ടായിരിക്കാം. നമ്മൾ തേങ്ങ പൊട്ടിച്ച പാടന്നെ ഫസ്റ്റ് ദിവസം കുഴപ്പമുണ്ടാവില്ല. രണ്ടാമത്തെ ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുകീൻ്റെ ബാക്കിയൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അത് വെച്ചിട്ട് നമ്മൾ കറി ചെയ്താലും ഇനി നമ്മൾ ചായൻ്റെ കടിയിലൊക്കെ ഇട്ടാലും നമുക്ക് നല്ലൊരു ആ ഒരു സംഭവം കൂടി ടേസ്റ്റ് പോകും. അപ്പോൾ അങ്ങനത്തെ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളി. അതുപോലെ തന്നെ കാറിയ തേങ്ങ ഒക്കെ പറ്റിടുന്നതിന്. അപ്പോൾ കാറിയ തേങ്ങയൊക്കെ ആകുമ്പോൾ ഇനി തലക്കൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് പഴക്കായ തേങ്ങക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആ ഒരു തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു പിടി തേങ്ങ മതി. ഒരു പിടി എന്ന് പറഞ്ഞാൽ ഒരു പിടി ഇല്ല കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഒക്കെ ഉണ്ടാവും. തേങ്ങേൻ്റെ അടിഭാഗമാണ്. അപ്പോൾ ഈ ഒരു തേങ്ങ നിങ്ങളെടുത്ത് ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് ചേർക്കുക. അതുപോലെ തന്നെ ഇനി കേടായി പോകാനായതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. അപ്പോൾ ഇനി കേടായി പോകാനായ തേങ്ങ ഉണ്ടാകുമ്പോൾ ആരും ബേജാറാവണ്ട കേട്ടോ. ഇതുപോലെ ഉലുവൊക്കെ വെച്ചിട്ട് ഒരു പാക്ക് റെഡിയാക്കി എടുത്താൽ മതിയാവും. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാനിതിവിടെ നല്ലോണം നരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവൻ്റെ വെള്ളം ഞാൻ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലൊക്കെ ഉലുവ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉലുവൻ്റെ വെള്ളം ഞാൻ അതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ട് ഒരു 1/4 ഗ്ലാസോളം ഉലുവൻ്റെ വെള്ളം അങ്ങോട്ട് മാറ്റിന്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അരഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിൻ്റെ ജാറിൽ ഉലുവയും തേങ്ങ ഇട്ടിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പേസ്റ്റ് രൂപത്തിലാവൂല. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് ആ വെള്ളത്തിട്ട വെള്ളം ലേശം അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്കിതുപോലെ മിക്സിൻ്റെ ജാറ് ചുഴറ്റിയിട്ട്, കാരണം ഇതിങ്ങനെ അരച്ചെടുക്കുമ്പോൾ മിക്സിൻ്റെ ജാറിൽ നല്ലോണം പെരളായിട്ട് കിടക്കും. ഉലുവല്ല അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊഴുപ്പാണ് കേട്ടോ.
അതുപോലെ തന്നെ തേങ്ങയും ഇതിൽ കൂടുമ്പോൾ കുറച്ചൊക്കെ ഒരു കൊഴുപ്പ്, ആ ഒരു ഉലുവൻ്റെ കൊഴുപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സിൻ്റെ ജാറിന് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഉലുവൻ്റെ ബാക്കി വെള്ളം മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ചുഴറ്റി ഇതിലേക്ക് ഒഴിച്ചെടുത്തിക്കണം. നമുക്കത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലല്ല വേണ്ടത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലൂസും കുറച്ചൊരു നമ്മളെ തലയിൽ ശരിക്കും അങ്ങോട്ട് ആ ഒരു തലയോട്ടിയിലൊക്കെ ഒന്ന് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിയണം, ആ ഒരു രീതിയിൽ വേണം. അപ്പോൾ ഇത് നല്ലോണം അരിഞ്ഞ് കിട്ടിയാണ്. മിക്സിൻ്റെ ചെറിയ ജാറാകുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ പിന്നെ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നല്ലോണം ഒരു തരിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാതെ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ മിക്സിൻ്റെ ജാറ് മൂർച്ചം കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ടും അരിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ ആ ഒരു ചണ്ടി ഉണ്ടായാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് നല്ലോണം പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അരിച്ചിട്ടില്ല. നിങ്ങൾക്കിത് അരിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ നിന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടോ. അപ്പോൾ ഉലുവ വെള്ളത്തിടുമ്പോൾ തന്നെ ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിട്ടാൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചുവറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് നിൽക്കുന്നത്. ഇതിലേറെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ അരിച്ചെടുക്കാനേ കുറച്ചും കൂടെ ലൂസ് എന്തായാലും വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു തരിയും ഇതൊക്കെ അരടും ഒക്കെ നമുക്ക് വേറെ ആയിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ അരിച്ചെടുക്കണില്ല. അരിച്ചെടുത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചെറിയ തരികൾ പോലും ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കുടുങ്ങണ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മളത് കുളിക്കുമ്പോൾ എല്ലാം പോവും, അതല്ല. അപ്പോൾ ഇതാ നല്ല പേസ്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഉലുവ പച്ചക്കല്ലേ, വേവിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇത് തേക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മളെ തലയിലിടുന്ന ഓയിൽ എന്ന് വെച്ചാൽ, ഓയിൽ എന്ന് പറഞ്ഞാൽ ഓയിൽ ആരും തലയിലിടൂല. ഇനിയിപ്പം ഹെയർ ഓയിൽ ഉണ്ടാവുമല്ലോ, ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് ഓയിൽ തലയിടൂല എന്നിട്ട് പറഞ്ഞാൽ ഹെയർ ഓയിൽ തലയ്ക്ക് മുടിക്കാട്ടുള്ള ഓയിലൊക്കെ തലയിലിടും. അപ്പോൾ ഇനിയിപ്പോൾ നീരറുത്ത എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തേക്കുക. എന്താണോ നിങ്ങൾ തലയിൽ കുളിക്കണീൻ്റെ മുമ്പ് സ്ഥിരമായിട്ട് ഇടുന്ന എണ്ണ എന്ന് വെച്ചെങ്കിൽ അത് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഈ മുടിയിലുള്ള എല്ലാ കെട്ടും ഒന്ന് ഇറക്കണം കേട്ടോ. മുടിയിൽ കെട്ട് കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മുടി ഇതൊക്കെ ചെയ്യണ സമയത്ത് ആകെ ഒന്നും കൂടി കെട്ടി കൊടുക്കാവും. അല്ലെങ്കിലും നമ്മൾ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് മുടി കോതി അതിൻ്റെ ആ കെട്ടൊക്കെ അറുത്ത് നല്ലോണം ഒന്ന് മസാജ് ചെയ്താൽ തന്നെ നമ്മളെ മുടി നല്ലോണം വളരും. അപ്പോൾ പിന്നെ ഇപ്പം ഉലുവ പിന്നെ എല്ലാവർക്കും അറിയാലേ, മുടി വളരാൻ നല്ല ബെറ്റർ സാധനമാണെന്നുള്ളത്. അപ്പോൾ ഈ ഉലുവ മുടിക്ക് എന്തൊക്കെ ഗുണങ്ങളാണെന്ന് നിങ്ങൾക്കറിയോ? ഈ ഉലുവയിൽ എന്താ വെച്ചാൽ പ്രോട്ടീന്, നിക്കോട്ടിനിക് ആസിഡ്, ലെസിത്തിന് അതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുടിൻ്റെ വേരിൻ്റെ വളർച്ച ഉണ്ടല്ലോ അതിന് നല്ല ഗുണം ചെയ്യും. വേരിന് നല്ല ഗുണം ചെയ്യും. പോരാത്തതിന് ഇതിലുള്ള എന്താ വെച്ചാൽ ഇരുമ്പ്, പൊട്ടാസ്യം, പിന്നെ ആവശ്യ ധാതുക്കൾ അതൊക്കെ ഇതിലുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് മുടിക്കൊഴിച്ചിലിനും അതേപോലെ തന്നെ മുടിൻ്റെ നിര നമുക്ക് ഭാവിയിൽ വരുന്ന നേരെ വരെ ഇങ്ങനെയൊക്കെ മുമ്പൊക്കെ ഉള്ള വയസ്സായ ആളുകളൊക്കെ നിങ്ങൾക്ക് ഒന്നും വേണ്ട. ഈ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, ഈ അമ്മമാരെ മുടി നല്ലതാണല്ലേ. വയസ്സായാലും ഓല മുടി നല്ല നീളും ഉള്ളും ഇപ്പോൾ ഉള്ളതൊന്നല്ല കേട്ടോ. മുമ്പത്തെ പ്രായമായ അമ്മമാരൊക്കെ മുടി നല്ല നീളും കറുപ്പും ഒക്കെയാണ്. കാരണം അവർക്ക് അത്രക്കും ഷിട്ടാണ് മുടീൻ്റെ കാര്യത്തിൽ. അപ്പം ഓൽക്കൊന്നും വലിയൊരു പ്രായമായാൽ തന്നെ മുടി വലിയൊരു നേരെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ള കാലത്ത് നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. മുടി കറുപ്പിക്കുന്ന പല പരിപാടികളും ഉണ്ട്. മുമ്പുള്ളവർക്കൊന്നും അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ നേര വരുന്നതിനൊക്കെ കുറേ ഇതുണ്ടാവും. ഒരു 10, 35, 40 വയസ്സായാൽ തന്നെ ഇപ്പോൾ അത്യാവശ്യം മുമ്പാകൊക്കെ നരച്ചാകെ പണി കിട്ടുകയാണ്. അപ്പോൾ ഭയങ്കര ടെൻഷനാണല്ലേ മുടി നരച്ച് കണ്ടാൽ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ നമ്മളിപ്പോഴേ നോക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ അകാല നേര ഉണ്ടല്ലോ, 15, 20, 30 വയസ്സിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള നേര, അതിനൊക്കെ നല്ല ഗുണം ചെയ്യട്ടെ ഈ ഉലുവ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഈ മുടിനെ ബാധിക്കണ പലതരം പ്രശ്നങ്ങളും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെന്ന് എന്തിനാ പറഞ്ഞത്, കുട്ടികളെ തന്നെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. എന്നാൽ മുടി കൊഴിച്ചിലാണ് വലിയ പ്രശ്നം. പിന്നെ അതിൻ്റെ പുറമെയാണ് വലിയ പ്രശ്നമുള്ളത് അകാല നേരെയാണ്. ഇതിൽ പ്രധാന കാരണം എന്താ വെച്ചാൽ മുടി കൊഴിയാനുള്ള കാരണങ്ങൾ പലതും ഉണ്ട്. ഇത് പല പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഹോർമോണിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ അകത്ത് നമ്മളെ ശരീരത്തിൻ്റെ അകത്തുനിന്നുണ്ടാണ് ഓരോ പ്രശ്നങ്ങൾ കൊണ്ടും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ നമ്മളെ അവയവത്തിൻ്റെ ഉള്ളിലെ അവയവത്തിനൊക്കെ അസുഖങ്ങളും മരുന്നൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊയ്യും. പിന്നെ അതേപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് സ്ട്രെസ്സ്.
ഹോർമോൺ ഇംബാലൻസ്, ചിലതരം മരുന്നുകൾ, ഇതിനാലൊക്കെ മുടി കൊയ്യാൻ കാരണമുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചിലവർക്കുണ്ടാവും മുടിയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരുപാട് പൈസ കൊടുത്താണ് വാങ്ങുന്ന ഓരോ ഹെയർ ഓയിലുകൾ പരീക്ഷിക്കൽ, അതിനാലും മുടി കൊഴിയും. നമ്മൾ എന്തൊക്കെയാണ് ഓയിലുകൾ കൂട്ടുന്നതെന്ന് നമുക്കറിയില്ല. നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. നമ്മൾ ഹെയർ ഓയിലൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും, നല്ല കളറുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിലെന്താ കൂട്ടുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ അത് വാങ്ങി ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ മുടി ഇങ്ങനെ കൊഴിയാൻ ഇതുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണ് ഇതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ഉലുവ, തേങ്ങാപ്പാലും അതൊന്നുമല്ലല്ലോ ചേർക്കണത്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാണ്ട് കേട്ടോ. ഇനി ഒരുപാട് ഗുണങ്ങളും ഉലുവനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ഏതായാലും ഇത്രയും അറിഞ്ഞാൽ തന്നെ നമുക്ക് ഉലുവനെക്കുറിച്ച് ധാരാളം നമുക്ക് മനസ്സിലായില്ലേ. പിന്നെ ഇപ്പം ഉലുവൻ്റെ വണ്ണം കുറയാൻ, സൗന്ദര്യം വർദ്ധിക്കാൻ, വയറ് കുറയാൻ അതൊക്കെ ഉണ്ട്. അത് വേറെ, ഷുഗർ കുറയാനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പം മുടീനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ തന്നെ ഋതുവിൻ്റെ തലയിൽ ഇപ്പം ഇന്നലെ ഞാൻ ഇട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, എന്താ സ്വന്തം മുടിയിൽ കാണിക്കാത്ത മുടി കൊഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണല്ലേ എന്ന്. അപ്പോൾ നിങ്ങൾ ആരും ബേജാറാണ്ട് മക്കളെ. ഞാൻ കുറച്ച് പ്രായമെങ്കിലും ആയി, പക്ഷെ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ പ്രായമില്ലാത്ത ഒരാളാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഓളെ തലയിലാട്ടോ ഞാൻ അത് പരച്ചീണ്. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട, എല്ലാവരും ഇത് ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളി. അപ്പോൾ നല്ല ലൂസാക്കി ഉണ്ടാക്കി വെച്ചോളി. എന്നാൽ തലയിൽ അപ്ലൈ ചെയ്യാൻ നല്ല സുഖമാണ്. അപ്പോൾ കയ്യെങ്കിലും അരിച്ചാൽ അത്രയും നന്നിട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ. ഇതുപോലുള്ള സിമ്പിൾ എല്ലാ വീഡിയോസും, നമ്മളെല്ലാ തരത്തിലുള്ള വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൻ്റെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ലൈക്ക് ചെയ്ത് അതുപോലെ നിങ്ങൾ പരമാവധി ആളിലേക്കൊന്ന് ഷെയർ ചെയ്യട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുടെ അസ്സലാമു അലൈക്കും.